ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ക്രിസ്മസിൻ്റെ തീമിലുള്ള മെറിങ് കുക്കീസിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ക്രിസ്മസ് റീത്തും പിന്നെ കളർഫുള്ളായിട്ടുള്ള 2-3 കുക്കീസ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കപ്പളവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മെഷർമെൻ്റ് എടുത്തപ്പോൾ ഒരു 1/4 കപ്പ്, കറക്റ്റ് 1/4 കപ്പ് ഉണ്ടായിരുന്നു. ഗ്രാം കണക്കിൽ നോക്കുകയായിരുന്നെങ്കിൽ 56 ഗ്രാമോളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മുട്ട വെള്ളയുടെ ഡബിൾ ക്വാണ്ടിറ്റിയിലായിരിക്കണം നമ്മൾ പഞ്ചസാര എടുക്കേണ്ടത്. പഞ്ചസാര പൊടിച്ചതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. തരികളാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് മാത്രമേ ആഡ് ചെയ്യാവുള്ളൂ. അങ്ങനെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന മുട്ടവെള്ളയുടെ അളവെന്ന് പറയുന്നത് 56 ഗ്രാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇരട്ടി പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് 112 ഗ്രാമാണ്. അപ്പോൾ അത്രയാണ് നമ്മൾ പഞ്ചസാര എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീക്കാവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അറ്റമൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ മെറിങ് കുക്കീസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എഡ്ജ് ഇരിക്കേണ്ടത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് 3 പാർട്ടായിട്ട് തിരിച്ചെടുക്കാം. ഒന്ന് വൈറ്റ് കളറിൽ തന്നെ, ഒന്ന് നമുക്ക് ഗ്രീൻ കളർ റെഡിയാക്കണം, ഒന്ന് റെഡ് കളർ. അപ്പോൾ ഞാനിത് വേറെ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റെഡ് ജെൽ കളറും അതുപോലെ തന്നെ ഗ്രീൻ ജെൽ കളറുമാണ് കേട്ടോ. അത് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റെഡ് കളറ് ഒരു 7-8 ഡ്രോപ്സെങ്കിലും ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല കളർ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തെ കളർ ആയിരിക്കത്തില്ല. കുക്കീസ് റെഡിയായി വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്കിഷ് കളറിലേക്ക് വരും കേട്ടോ. ഇനി നമുക്ക് ഗ്രീൻ കളർ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 3 ഡിസൈനിലുള്ള നോസിൽസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഓരോ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഓവനിൽ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു സ്ട്രോ ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. സ്ട്രോ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഞാനിവിടെ ക്രിസ്മസ് റീത്ത് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഷെൽ നോസിൽ ഉപയോഗിച്ചുള്ള ഡിസൈനാണ് കേട്ടോ. ക്രിസ്മസ് റീത്തിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളറിൽ വെച്ചിട്ട് ഒരു റിബൺ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ബോ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് വെച്ചിട്ട് ചെറിയ ചെറിയ കുക്കീസ് കൂടി ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ഡിസൈൻസും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് മാറ്റാം. നമ്മൾ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിലിട്ടാണ് മെറിങ് കുക്കീസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 90 ഡിഗ്രി സെൽഷ്യസിലാണ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 1 അവറോളം എടുക്കും. നമ്മളിത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഓവനിൽ നിന്ന് പുറത്തെടുക്കാവുള്ളൂ. അപ്പോൾ എൻ്റെ ഈ മെറിങ് കുക്കീസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും. ബായ്.